രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാല് തെറ്റിയേക്കിനെ നന്നാകുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു അസ്സലാമു അലൈക്കും മതിയാവൂല, ദേശം കൂടി കൂട്ടി പറയേണ്ടി വരും. 24 മണിക്കൂർ സമയം രണ്ടാളുകൾ തെറ്റി നിന്നാല് ശൈത്താന് രണ്ടാളെടുത്തും വന്നിട്ട് കുറ്റം മറ്റോന്റേതാണെന്ന് പറയും. ഒരു ചെറിയ കുട്ടിയും ഒരു വയസ്സായ ആളും തമ്മിൽ തെറ്റിന്ന് വിചാരിച്ചോളെ, ഈ കുട്ടി എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അതൊക്കെ വകവെച്ചു കൊടുത്താല് അടുത്ത തലമുറ എങ്ങോട്ടാ എത്തുക, ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല എന്ന് പറയും വലിയ ആളോട് വന്നിട്ട്. പൊതുവേ വയസ്സന്മാര് ചൊറിഞ്ഞിങ്ങാണ്ടും മാന്തിങ്ങാണ്ടുമാണ്, അതൊന്നും വകവെച്ച് കൊടുക്കരുത്. അയാൾ ഒന്നില്ലെങ്കിൽ നാളും പ്രായമുള്ള ആളല്ല, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുട്ടിനോടും പറയും. അപ്പൊ ഓരോരുത്തർക്കും 24 മണിക്കൂർ കഴിഞ്ഞാൽ തോന്നും ഇന്റെ കുഴപ്പമല്ല മൂപ്പരെ കുഴപ്പമാണ്. 3 ദിവസം കഴിഞ്ഞാൽ തെറ്റിയ രണ്ടാളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാവൂല, എന്തെങ്കിലും ഒരു കാരണം നന്നാവാൻ വേണം. ഇതിനാണ് മസ്ലഹത്ത് എന്ന് പറയാം.